വിദ്യാലയം 360യുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് LBSന്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ നോക്കാം. നമുക്ക് നാലാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫീസ് 28/8/2025 മുതൽ 29/8/2025 വരെ അടയ്ക്കാം. പുതിയ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ 30/8/2025 അതിന് മുമ്പോ പ്രവേശനം നേടണം. അപ്പം പല കുട്ടികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ ഇപ്പം ജോയിൻ ചെയ്ത കോളേജുകളിൽ ഞങ്ങൾ ഫീസ് അടച്ചു, ഇനി അതിൻ്റെ കാര്യം എങ്ങനെയാണ് എന്നുള്ള ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി ടോക്കൺ ഫീസ് അടച്ച കുട്ടികളാണെന്നുണ്ടെങ്കിൽ LBS മുഖേന തന്നെ ഫീസ് ഫോർത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ്. അതുകൊണ്ട് ആരും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾ മൂന്നാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ ഒരു കോളേജ് നിങ്ങൾക്ക് കിട്ടി, അപ്പം നിങ്ങൾ ഫോർത്ത് അലോട്ട്മെൻറ്റിന് കൊടുക്കുകയും വേറെ കോളേജ് കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് വരെ കിട്ടിയ കോളേജിൽ സീറ്റ് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോർത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ ചേരേണ്ടതായിരിക്കും. അപ്പം ഹയർ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷനിലേക്ക് പോകേണ്ടതില്ല, നിങ്ങൾക്ക് ആ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കോളേജ് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് പോകാം. അങ്ങനെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും. ആ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് നോക്കിയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ ഓരോ കോളേജും എടുത്ത് വേണം നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം ഈ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് നമ്മളുടെ ഇൻഡെക്സ് മാർക്കും കാര്യങ്ങളും എല്ലാം നോക്കി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ എത്ര വരെ ഇൻഡെക്സ് മാർക്ക് വരെ ഉള്ളവർക്കാണ് കിട്ടിയിട്ടുള്ളത് എന്നെല്ലാം നിങ്ങൾ നോക്കേണ്ടതുണ്ട്. ഇപ്പം നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ അടുത്ത കോളേജിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനി സ്പെഷ്യൽ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് വരും നിങ്ങൾ എല്ലാ കോളേജും വെക്കണം. കാരണം ഓരോ കോളേജിൻ്റെ വേക്കൻസി അനുസരിച്ചാണ് ഇനി അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വരത്തുള്ളൂ. അപ്പം നമുക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും കയറി നോക്കാം. ഇതിനകത്ത് BSc നേഴ്സിംഗ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികളുണ്ടോ എന്നുള്ളത് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഗവൺമെൻറ് കോളേജ് ഓഫ് നേഴ്സിംഗ് ആലപ്പുഴ തന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എത്രാമത്തെ അലോട്ട്മെൻറ്റിലാണ് കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നാലാമത്തെ അലോട്ട്മെൻറ്റിൽ ഒരുപാട് കുട്ടികൾക്ക് നാലാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയവരുണ്ട്. അപ്പം ഇതിനകത്ത് നാലാമത്തെ അലോട്ട്മെൻറ്റ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. 4 എന്ന് കാണാൻ പറ്റുന്നതെല്ലാം തന്നെ നാലാമത്തെ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികളുടെ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് അതുപോലെ തന്നെ അവർ അഡ്മിറ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഡീറ്റെയിൽസും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അഡ്മിറ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ടിക്ക് കാണും, ഒരു ഗ്രീൻ ടിക്ക് കാണും. അഡ്മിറ്റഡ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഇൻറ്റു മാർക്കും കാണാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഫോർത്ത് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കുട്ടികളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും. ഇതുപോലെ ഇൻറ്റു മാർക്ക് ഉള്ളതെല്ലാം നമുക്ക് വേക്കൻസി ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ എത്രത്തോളം ഓരോ കോളേജുകളുടെയും വേക്കൻസി എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഹയർ ഓപ്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി. അപ്പം ആ ഹയർ ഓപ്ഷൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഡെക്സ് മാർക്ക് എത്ര വരെയുള്ള കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പം കിട്ടുന്നതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അതെല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ LBS സെൻറ്ററിൻ്റെ അപ്ലൈ ചെയ്യാൻ, ഓപ്ഷൻസ് എല്ലാം അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പം ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.